ഏതെങ്കിലും മനുഷ്യൻ ചെയ്തതിൻ്റെ കുറ്റം നിങ്ങൾ ബൈബിളിലേക്ക് കൂടെ ചാർത്തരുതേ എന്ന് പറയും. എന്നാൽ ബൈബിളിലും ഇതൊക്കെ തന്നെയുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17:21 ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്, ഏലിയ പ്രവാചകൻ. ആ ഏലിയ പ്രവാചകൻ പുള്ളി ഒരു വിധവയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിധവ എവിടെയോ പോയിച്ച് വരുമ്പോഴത്തേക്കും കാണുന്നത് കട്ടിലിൽ മകനെ പിടിച്ച് കിടത്തിയിരിക്കുന്നു. ഈ പ്രവാചകൻ കുട്ടിയുടെ മുകളിൽ കയറി കിടക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ വളരെ ദുഃഖിതയായിട്ട് ചോദിച്ചു, പ്രവാചകൻ നീ എന്താണ് എന്നോട് കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഞാനൊരു പ്രത്യേക ആക്ഷനിലൂടെ ഇവന് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന പരിപാടിയായിരുന്നു പറഞ്ഞു. ഇത് നിങ്ങൾ നോക്കിയോ, കിങ്സ് 17:21. അപ്പോൾ രണ്ടാമത് വേറൊരു സംഭവമുണ്ട്. 2 രാജാക്കന്മാർ 4 അധ്യായം 34. ഇദ്ദേഹത്തിൻ്റെ അനുയായിയാണ് എലീഷ. ആശാൻ്റെ അടുക്കൽ നിന്നാണ് പഠിച്ചതെന്ന് തോന്നുന്നു. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അനന്തരം പ്രവാചകൻ കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് പിടിച്ച് അവൻ്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം വീണ്ടും കുട്ടിയുടെ മുകളിൽ കയറി കിടങ്ങി. അത്യാവശ്യം ചോറുണ്ണുന്നവർക്കൊക്കെ മനസ്സിലാകാവുന്ന